എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻഫിനിക്സ് നോട്ട് 10 പ്രോ എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഇൻഫിനിക്സ് എന്ന കമ്പനിയുടെ ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഇത്. ഈ മൊബൈലിൻ്റെ പ്രത്യേകത കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉപയോഗങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കൂടിയ ബ്രാൻഡ് മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൊബൈൽ നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയത്തക്ക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റാം വേരിയൻ്റ് ആണ്. 8 GB റാമും 256 GB സ്റ്റോറേജുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊസസ്സർ നൽകിയിരിക്കുന്നത് mediatekൻ്റെ helio G95 എന്ന പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. ബോക്സിൻ്റെ ബാക്കിൽ മൊബൈലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നു. ഇനി ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ കാണാവുന്നതാണ്. മൊബൈൽ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു ചാർജർ നൽകിയിട്ടുണ്ട്. 33 വോൾട്ട് ചാർജറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ചാർജ് ചെയ്യാനായി ടൈപ്പ് സി കേബിളും നൽകിയിരിക്കുന്നു. ഒരു സിം എജക്ടർ പിന്നും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ് ക്ലബിൻ്റെ ഒരു പേപ്പറും കാണാം. പിന്നെ യൂസർ മാനുവലും കൂടി നൽകിയിരിക്കുന്നു. പിന്നെ കാണുന്നത് ഒരു സിലിക്കോൺ കേസാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോൺ കേസ് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു സ്ക്രീൻ ഗാർഡും നൽകിയിട്ടുണ്ട്. അത് സാധാ സ്റ്റിക്കർ സ്ക്രീൻ ഗാർഡല്ല നൽകിയിട്ടുള്ളത്. സ്ക്രീൻ ഗാർഡ് നൽകിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയോടുകൂടിയുള്ള ഗ്ലാസിൻ്റെ സ്ക്രീൻ ഗാർഡാണ് നൽകിയിട്ടുള്ളത്. ഇനി ഈ മൊബൈലൊന്ന് നമുക്ക് എടുത്തു നോക്കാം. നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. കാണാനൊക്കെ കിടിലൻ ലുക്ക് തന്നെയാണ്. ഇനി മൊബൈലിൻ്റെ സ്ക്രീനിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ഇളക്കി നോക്കാം. അതിനുശേഷം ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറും കൂടി ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാം. അത് കിടിലൻ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ആ ബാക്കൊക്കെ കാണാനായിട്ട്. ആ മൊബൈൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറൊക്കെ മാറി വരുന്നത് തന്നെ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്. ഇതിൽ ക്യാമറ നൽകിയിട്ടുള്ളത് 64 മെഗാപിക്സൽ പ്രൈമറി ലെൻസും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ മാക്രോ ലെൻസും 2 MB ഡെപ്ത് സെൻസറും പിന്നെ 2 MB ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസ് സെൻസറും നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറ നൽകിയിട്ടുള്ളത് 16 മെഗാപിക്സൽ ആണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 2 4G സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് ഈ മൊബൈൽ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ അതിവേഗം ഓണായി തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയുമില്ലാത്ത ക്ലാരിറ്റി തന്നെയാണ്. ഇൻഫിനിക്സ് പല മോഡലുകളും ഇറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ആണ് ഈ ഒരു മോഡലിൽ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്.
ഈ മൊബൈൽ നൽകിയിരിക്കുന്ന ഇതിൻ്റെ ഐക്കണൊക്കെ സാധാ നമ്മൾ കണ്ടുവരുന്ന മൊബൈലിലൊക്കെ ഉള്ള ഐക്കണിൻ്റെ ആ ഒരു മോഡലിലല്ല നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക ലുക്കിലാണ് ഇതിൻ്റെ ഐക്കണൊക്കെ നൽകിയിരിക്കുന്നത്. ഈ ഐക്കണൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. കാരണം അതിൻ്റെ ആ ഐക്കണിൻ്റെ വലിപ്പങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നില്ല. ഈ ഐക്കൺ നമുക്ക് മാറ്റുവാൻ സാധിക്കും. അത് നമുക്ക് ഇതിൻ്റെ തീം സ്റ്റോറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇഷ്ടമുള്ള ഐക്കണൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഒരുപാട് നല്ല തീംസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സിൽ കയറി നമുക്ക് ഇതിൻ്റെ മൈ ഫോൺ എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി നോക്കാം. അതിൽ മൊബൈലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ നൽകിയിട്ടുണ്ട്. മൊബൈൽ എത്ര GB ആണ്, എത്ര സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വലത് സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും അതിൽ കൂടി തന്നെ ഫിംഗർ പ്രിന്റ് സെൻസറും നൽകിയിരിക്കുന്നു. ഇടത് സൈഡിൽ സിം ഇടാനുള്ള സ്ലോട്ടും നൽകിയിരിക്കുന്നു. മുകളിലത്തെ സൈഡിൽ കാര്യമായി ഒന്നും നൽകിയിട്ടില്ല. നോയിസ് ക്യാൻസലേഷൻ ഒന്നും നൽകിയിട്ടില്ല. പിന്നെ താഴത്തെ സൈഡിൽ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും മൈക്രോഫോണും USB Type-C കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെ സ്പീക്കർ വെന്റും കാണാം. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകിയിരിക്കുന്നത് XOS 7.6 ആൻഡ്രോയിഡ് 11 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഇതിൻ്റെ സൈഡ് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മുകളിലത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും താഴത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും യാതൊരു പ്രശ്നങ്ങളും ഇതിൽ ഇല്ല. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിട്ടുള്ളത്. താഴത്തെ സൈഡിലും പിന്നെ നമ്മുടെ ഇയർ സൈഡിലും 2 സ്പീക്കറുകൾ നൽകിയിട്ടുണ്ട്. രണ്ടിൻ്റെയും സൗണ്ട് നല്ല പക്ക ക്ലാരിറ്റി തന്നെയാണ് നൽകിയിട്ടുള്ളത്. DTS സൗണ്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കിടിലൻ ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.